കഴിഞ്ഞ ദിവസം കാലയവനികയ്ക്ക് പിന്നിൽ മറഞ്ഞ മഹാരാജാസ് കോളേജിലെ മുൻ പ്രിൻസിപ്പളും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറും എല്ലാത്തിനുപരി ഒരു ഇരുത്തം വന്ന പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന പ്രൊഫസർ എം.കെ. പ്രസാദിനെക്കുറിച്ചാണ് അല്പം വൈകിയ ഈ ഓർമ്മക്കുറിപ്പ്. പ്രൊഫസർ എം.കെ. പ്രസാദ് കോവിഡ് ബാധിച്ച് മരിച്ചു. ഈ നാട്ടിലെ വാർത്താമാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചരമത്തിന് വലിയ പ്രാധാന്യവും നൽകി. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു കുലഗുരുവായിട്ടാണ് അദ്ദേഹം കൊണ്ടാടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ ഞാനും അനുശോചിക്കും. മിക്കവാറും മാധ്യമങ്ങളിൽ കാണാഞ്ഞ ചില കാര്യങ്ങൾ പറയാനാണ് ഞാനിവിടെ താല്പര്യപ്പെടുന്നത്. ഈ പരിസ്ഥിതി പ്രവർത്തനം ഈ നാട്ടിൽ പ്രചാരം നേടുന്നതിന് മുമ്പുള്ളൊരു സമയത്താണ് പ്രസാദ് മാഷും മറ്റുമൊക്കെ ഈ രംഗത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ ഒരു പ്രൊഫസർ ശോഭീന്ദ്രൻ അല്ലെങ്കിൽ ജോൺ സി ജോസഫ്, ഇങ്ങനെ കുറച്ച് ആളുകൾ മാത്രമേ ആദ്യഘട്ടത്തിൽ ഈ രംഗത്തുണ്ടായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരാണ് ഇതിനൊരു പ്രാമുഖ്യം നൽകിയത്. പ്രസാദ് മാഷ് തന്നെ അവരുടെ ആ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹം ശാസ്ത്രഗതിയിലും മറ്റുമൊക്കെയാണ് ആദ്യമായിട്ട് സൈലൻറ്റ് വാലിക്കെതിരായിട്ട് ലേഖനം എഴുതുന്നത്. അദ്ദേഹം കോഴിക്കോട് ആർട്സ് കോളേജിൽ, അതായത് മീഞ്ചന്ത ഉള്ള ഗവൺമെൻറ് ആർട്സ് കോളേജിൽ അധ്യാപകനായിരുന്ന സമയത്താണ് ചാലിയാറിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിവാദം അവിടെ ഉയർന്നു വരുന്നത്. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഈ സൈലൻറ്റ് വാലിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ സൈലൻറ്റ് വാലി സമരം എങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് മിക്കവാറും പാത്രങ്ങളിൽ വന്നില്ല. സൈലൻറ്റ് വാലി പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് ഉയർന്നു വന്ന വിഷയമാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. 1975-76 കാലത്ത് ഇടുക്കി അണക്കെട്ടിൻ്റെ പണി തീർന്ന് കമ്മീഷൻ ചെയ്തു. അന്ന് അച്യുതമേനോനാണ് കേരള മുഖ്യമന്ത്രി, എം.എൻ. ഗോവിന്ദനാരാണ് വൈദ്യുതി മന്ത്രി. ഇടുക്കി അണക്കെട്ട് കമ്മീഷൻ ചെയ്തുകൂടി കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദനം അതിൻ്റെ പരമ കാഷ്ടയിലെത്തി. കേരളത്തിൻ്റെ വൈദ്യുതി കമ്മി നികന്നു. ഇനി ഒരു കാലത്തും യാതൊരു കാരണവശാലും വൈദ്യുതി ക്ഷാമം ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് വ്യവസായികൾ ഇങ്ങോട്ട് വരും എന്നുള്ളായിരുന്നു പൊതുവേ ഉണ്ടായിരുന്ന ധാരണ. പക്ഷെ അപ്പോഴും ഈ തിരുക്കൊച്ചി ഭാഗത്തല്ലാതെ മലബാറിൽ വൈദ്യുതി അത്ര സുലഭമായിരുന്നില്ല. മലബാർ ഭാഗത്ത് കാര്യമായ ജലവൈദ്യുത പദ്ധതികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 1-2 ഒക്കെ ഉണ്ടായിരുന്നു. അത് വളരെ കാര്യപ്പെട്ട ഒന്നുമായിരുന്നില്ല. മലബാറിൻ്റെ വൈദ്യുതി കമ്മി പരിഹരിക്കുന്നതിനൊരു കുറുക്കുവഴി, ഒരു എളുപ്പമാർഗം എന്ന രീതിയിലാണ് സൈലൻറ്റ് വാലി അവതരിപ്പിക്കപ്പെട്ടത്. അത് മലയാള മനോരമയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത വന്ന് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. മലബാറിലെ ഇടുക്കി എന്നാണ് മനോരമക്കാർ ഇതിന് കൊടുത്ത ഒരു ക്യാപ്ഷൻ. അത് വളരെ പെട്ടെന്ന് ആളുകൾ ഏറ്റെടുത്തു. ആ സമയത്ത് ശ്രീ എ.കെ. ആൻ്റണിയാണ് കേരള മുഖ്യമന്ത്രി. എ.കെ. ആൻ്റണിയുടെ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പും വൈദ്യുതി വകുപ്പും കൈയാളിരുന്ന സഖാവ് പി.കെ. വാസു എന്നായിരുന്നു. പി.കെ.വി. അടക്കമുള്ള ആളുകൾക്ക് ഈ ആശയം വളരെ ഇഷ്ടപ്പെട്ടു. ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർമാരിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. കാരണം ഒരുപാട് കാട് വെട്ടാം, പിന്നെ അണ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം കമ്മീഷൻ അടിക്കാനും സൗകര്യമുണ്ട്. അവർ സ്വാഭാവികമായിട്ടും ഉത്സാഹഭരിതരായി. അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ മറ്റ് ജീവനക്കാരുടെ സംഘടനകൾ, അതിൽ CPIയുടെ സംഘടനയും CPMൻ്റെ സംഘടനയുമാണ് പ്രധാനപ്പെട്ടത്. കോൺഗ്രസിൻ്റെ സംഘടനയുണ്ട്. ഇവരെല്ലാവരും തന്നെ പദ്ധതി വേണം എന്ന അഭിപ്രായക്കാരാണ്. CPIക്കും CPMനും കോൺഗ്രസിനും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട താല്പര്യപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. കേരളത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ഈ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ മലബാറിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ കഴിയും എന്ന് ആത്മാർത്ഥത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. ഈ നാട്ടിലെ മിക്കവാറും എല്ലാ പത്രങ്ങളും പദ്ധതിക്ക് അനുകൂലമായിരുന്നു. മാതൃഭൂമിയും മലയാള മനോരമയും അവർ തമ്മിൽ വേറെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും സൈലൻറ്റ് വാലിയുടെ കാര്യത്തിൽ യോജിച്ചു. അതുപോലെ തന്നെ കേരള കൗമുദി, മറ്റെല്ലാ പത്രങ്ങളും. അന്ന് സൈലൻറ്റ് വാലി പദ്ധതിയെ എതിർത്തിരുന്ന ഒരു പത്രം മാത്രമേ ഉള്ളൂ. അതിൻ്റെ കഥ ഞാനിത് കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെ മാധ്യമങ്ങളുടെ വലിയ പിന്തുണ കിട്ടുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ കിട്ടുന്നു. പൊതുസമൂഹത്തിൽ ഇതിനനുകൂലമായ വലിയൊരു വികാരം ഉയർന്നു വരും. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് ഈ പ്രസാദ് മാഷിനെ പോലുള്ള ആളുകൾ, ജോൺ സി ജോസഫിനെ പോലുള്ളവർ, അവർ വളരെ കുറവാണ്. ഇന്നത്തെ പോലെ നമ്മൾ കാണുന്ന എത്ര അധികം പരിസ്ഥിതി പ്രവർത്തകരോ അല്ലെങ്കിൽ പരിസ്ഥിതിയെക്കുറിച്ച് ഈ മാതിരി ഉത്കണ്ഠയൊന്നും ജനങ്ങളുടെ ഇടയിൽ ആ കാലത്തുണ്ടായിരുന്നില്ല. അന്ന് സാമൂഹ്യ മാധ്യമങ്ങളില്ല, ടെലിവിഷൻ ഇല്ല. മാതൃഭൂമിയും മലയാള മനോരമയും വിചാരിച്ചാൽ ഈ രാജ്യത്ത് ഏത് വാർത്തയും മുക്കാൻ പറ്റുന്നൊരു കാലമാണ്. ഇവർ രണ്ടുപേരും കൂടി വിചാരിച്ചാൽ മതി. ഇവിടെ ആണെങ്കിൽ ദേശാഭിമാനി, ജനയുഗം അടക്കം എല്ലാവരും പദ്ധതിക്ക് അനുകൂലവുമാണ്. ആരും ഈ പദ്ധതി എതിർക്കാനില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ പ്രസാദ് മാഷ് എന്ന് പറഞ്ഞ ആൾ ഈ സൈലൻറ്റ് വാലി പദ്ധതി എതിർക്കാൻ ഒരു ഒറ്റയാൾ പട്ടാളം പോലെ വരുന്നത്. അദ്ദേഹത്തോടൊപ്പം വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾ വേറെയും ഉണ്ടായിരുന്നു. ഇവരാരും അന്ന് ഇന്നത്തെ പോലെ പ്രസിദ്ധരായിരുന്നില്ല. അന്ന് പരിസ്ഥിതിയും പരിതസ്ഥിതിയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾക്ക് അറിയില്ലായിരുന്നു. ഞാനിത് പരിഹാസമായിട്ട് പറഞ്ഞതല്ല. പരിസ്ഥിതി എന്താണ്, പരിതസ്ഥിതി എന്താണെന്ന് അറിയില്ല. ഇപ്പോഴും നമ്മുടെ യൂസഫ് അലി മുതലാളിക്ക് അറിയില്ല. പുള്ളി ഇപ്പോഴും പരിതസ്ഥിതി പ്രവർത്തകർ എന്നാണ് പറഞ്ഞത്.
പുള്ളി ഒരുപാട് കൊല്ലം അബുദാബിയിലായിരുന്നല്ലോ. അദ്ദേഹം അബുദാബിക്ക് പോണേക്ക് മുമ്പുള്ള കാലത്താണ് ഈ സംഭവം നടന്നത് വേണ്ടി വിചാരിച്ചു. അപ്പോൾ സംഗതി നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ പരിസ്ഥിതിയും പരിതസ്ഥിതിയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾക്ക് അറിയാൻ പാടില്ലാത്ത കാലത്താണ് ഈ പരിസ്ഥിതി പ്രവർത്തകരായിട്ട് കുറച്ച് പേര് വരുന്നത്. അന്ന് സുഗതകുമാരി ടീച്ചർ പോലും പരിസ്ഥിതി പ്രവർത്തകയായിട്ടില്ല. അവർ കൃഷ്ണ നീ എന്നെ അറിയില്ല, രാത്രി മഴ, ഇങ്ങനെയൊക്കെയുള്ള കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന കാലമാണ്. അതിനുശേഷമാണ് പരിസ്ഥിതിയെക്കുറിച്ച് കവിതകൾ, മരക്കവികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഈ നാട്ടിൽ ഉയർന്നു വന്നു. ഏതായാലും ഈ സൈലൻറ്റ് വാലിക്കെതിരായിട്ടുള്ള സമരം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഏറ്റു. ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ എന്ന് NV കൃഷ്ണവാര്യരാണ്. കൃഷ്ണവാര്യർക്ക് ഈ ആശയം ഇഷ്ടപ്പെട്ടു. ഈ സൈലൻറ്റ് വാലി എന്ന് പറയുന്നത് പകരം വയ്ക്കാൻ മറ്റൊന്നില്ലാത്ത അമൂല്യമായ ജൈവ വൈവിധ്യ കലവറയാണ്. അത് നശിപ്പിക്കപ്പെട്ടാൽ ലോക സംസ്കാരത്തിന് അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് തന്നെ വലിയൊരു നഷ്ടമായിരിക്കും എന്നും ഉള്ള തിരിച്ചറിവ് കൃഷ്ണവാര്യർക്കുണ്ടായി. അതുകൊണ്ട് സൈലൻറ്റ് വാലിയെ എതിർക്കുന്ന ലേഖനങ്ങൾ ധാരാളമായിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരാൻ തുടങ്ങി. മാതൃഭൂമി പത്രം അപ്പോഴും സൈലൻറ്റ് വാലിക്ക് അനുകൂലമാണ്. ഒരേ പത്രസ്ഥാപനത്തിൽ നിന്ന് ഒരേ അച്ചുകൂടത്തിൽ നിന്ന് ഇറങ്ങുന്ന രണ്ട് പ്രസിദ്ധീകരണം. ഒന്ന് പദ്ധതിയെ എതിർക്കുന്നു, മറ്റത് പദ്ധതിയെ ശക്തമായി അനുകൂലിക്കും. അങ്ങനെ രസകരമായ ഒരു സംഭവം അന്നുണ്ടായി. അധികം ആൾക്കാരത് ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം. ഈ പദ്ധതി എതിർത്ത ഒരേ ഒരു പത്രം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ ഇറങ്ങിയിരുന്ന എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പഴയ ഒരു ജിഹ്വയായിരുന്നു എക്സ്പ്രസ്. തൃശ്ശൂർക്കാർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും എക്സ്പ്രസ് പത്രം. ആ എക്സ്പ്രസ്സിൽ TB അച്യുത വാര്യർ എന്ന് പറഞ്ഞ ഒരു സഹപത്രാധിപരുണ്ടായിരുന്നു. അദ്ദേഹം ഈ സൈലൻറ്റ് വാലിക്കെതിരെ 18 or 19 മറ്റോ മുഖപ്രസംഗം തന്നെ എഴുതി എന്നാണ് പറയുന്നത്. എക്സ്പ്രസ് 8 പേജിലും 8 കോളത്തിലും സൈലൻറ്റ് വാലിയെ എതിർക്കാൻ തുടങ്ങി. മറ്റെല്ലാ പത്രങ്ങളും സൈലൻറ്റ് വാലിയെ അനുകൂലിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ പ്രസാദ് മാഷും മറ്റുമൊക്കെ ഈ സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ പഠിച്ച ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ അതിഗംഭീരമായ ഒരു സസ്യശാസ്ത്ര വിഭാഗമുണ്ട്, ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ ഈ അമേരിക്കയിലും ലണ്ടനിലൊക്കെ പോയി പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത വലിയ പ്രഗത്ഭന്മാരായ പ്രൊഫസർമാർ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും തന്നെ ഈ സൈലൻറ്റ് വാലി സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. അവരൊക്കെ ബുക്കിലുള്ള കാര്യങ്ങൾ പിള്ളേരെ പഠിപ്പിച്ച് സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ചില അധ്യാപകരാണ് ഈ സൈലൻറ്റ് വാലിയുടെ മഹത്വം മനസ്സിലാക്കി ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ പറഞ്ഞ് തിരിപ്പിച്ച് ഇതിൻ്റെ അതിലേക്ക് കൊണ്ടത്. അത് പ്രധാനപ്പെട്ട ആൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായിരിക്കുന്ന ഡോക്ടർ രാജൻ ഗുരുക്കളാണ്. അന്ന് അതേ ഡോക്ടറായിട്ടില്ല, വെറും രാജൻ ഗുരുക്കൾ സാർ. പിന്നെ പ്രൊഫസർ കുഞ്ഞികൃഷ്ണനാണ്. ഈ രണ്ടുപേരാണ് ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ ഈ പരിസ്ഥിതിയുടെ സന്ദേശം ആദ്യമായിട്ട് എത്തിച്ചത്. സൈലൻറ്റ് വാലി സംരക്ഷിക്കണമെന്ന അഭിപ്രായം ആദ്യമായിട്ട് എത്തിച്ചത്. അങ്ങനെ വളരെ കുറച്ച് ആളുകൾ മാത്രം ഈ രംഗത്തുണ്ടായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് അന്ന് വളരെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്. പ്രൊഫസർ MK പ്രസാദ് മുൻകൈ എടുത്തിട്ടാണ് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് റിട്ട് ഹർജി ബോധിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിൽക്കാലത്ത് കേരള ഹൈക്കോടതിയിലും മഹാരാഷ്ട്ര ബോംബെ ഹൈക്കോടതിയിലും ജഡ്ജിയായ ശ്രീ ജസ്റ്റിസ് സുകുമാരൻ ആയിരുന്നു ഇതിനുവേണ്ടി ഹർജി കൊടുത്തത്. ഹർജിയുടെ ആദ്യത്തെ ഘട്ടത്തിൽ ഇവർക്ക് അനുകൂലമായിട്ട് സ്റ്റേ കിട്ടി. പിന്നീട് ജസ്റ്റിസ് ഏറാടി അധ്യക്ഷനായ ഫുൾ ബെഞ്ചോ ഡിവിഷൻ ബെഞ്ചോ ഏതൊരു ബെഞ്ച് ഹർജി തള്ളി. ഇത് സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സർക്കാർ മാറി. PK വാസുദേവൻ നായർ മാറി. CHൻ്റെ ഒരു ചെറിയ മന്ത്രിസഭ വന്നു, അതും പോയി. നയനാരുടെ മന്ത്രിസഭ വന്നു. നയനാരും പദ്ധതി നടപ്പാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. പിന്നീട് ശ്രീ കരുണാകരൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നു. ആ സമയത്താണ് ഈ പരിസ്ഥിതി പ്രവർത്തകരുടെ ശബ്ദം ഡൽഹിയിലെത്തി. പ്രൊഫസർ MGK മേനോനായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധിയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഫയൽ പഠിച്ച് ഇന്ദിരാഗാന്ധിക്ക് കൃത്യമായ ഉപദേശം നൽകി. സൈലൻറ്റ് വാലി പദ്ധതി വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇന്ദിരാഗാന്ധിയെപ്പോലെ ശക്തയായ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ സൈലൻറ്റ് വാലി പദ്ധതി ഉണ്ടാകാതെ പോയത്. ഇന്ദിരാഗാന്ധി ഇത് വേണ്ട എന്ന് കൃത്യമായിട്ട് ഫയലിൽ എഴുതുകയും അതിനെ തുടർന്ന് കരുണാകരൻ പിന്നെ ഇന്ദിരാഗാന്ധി പറഞ്ഞതിന് അപ്പീലല്ലോ. അങ്ങനെ സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം പോലും നമ്മുടെ നാട്ടിലെ ഈ ഇടതുപക്ഷ പാർട്ടി നേതാക്കന്മാരൊക്കെ തന്നെ ഈ കാര്യത്തിൽ വലിയ കുണ്ഠിത അനുഭവിച്ചവരാണ്. സൈലൻറ്റ് വാലി തീർച്ചയായിട്ടും നടപ്പാക്കേണ്ട ഒരു പദ്ധതിയായിരുന്നു എന്ന് പറയുന്നവരാണ്. സൈലൻറ്റ് വാലി തന്നെ പിന്നീട് പാത്രക്കടവ് എന്ന പേരിൽ നടപ്പാക്കാൻ ശ്രമിച്ചവരാണ്. പക്ഷേ അതൊന്നും പ്രാവർത്തികമായില്ലേ. ഇന്നും സൈലൻറ്റ് വാലി സംരക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നു. ഇന്ദിരാഗാന്ധി സ്മാരക ദേശീയ ഉദ്യാനം എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളായിരുന്നു പ്രൊഫസർ MK പ്രസാദ്. ഇന്നത്തെ പോലെ പരിസ്ഥിതി പ്രവർത്തകരില്ലാത്ത കാലത്ത്, അവർക്ക് സംഘടന ഇത്ര ശക്തമായിട്ടില്ലാത്ത കാലത്ത് അതിനുവേണ്ടി ശക്തമായി നിലകൊണ്ട ആളാണ്. അദ്ദേഹം ഇടതുപക്ഷ അഭിപ്രായക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലച്ചോറോ നട്ടല്ലോ നാവോ ഒന്നും പാർട്ടി ഓഫീസിൽ പണയത്തിലായിരുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ പൂയംകുട്ടി പദ്ധതി നടപ്പാക്കുമ്പോഴും അദ്ദേഹം അരുത് എന്ന് പറഞ്ഞു.
ഗ്വാളിയോർ റയോൺസിൽ നിന്നുള്ള മലിനീകരണത്തിലും അദ്ദേഹം ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു. പിന്നീട് ആറന്മുള വിമാനത്താവളം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനും അദ്ദേഹം തർക്കമുന്നയിച്ചു. ഏറ്റവും ഒടുവിൽ നമ്മുടെ പിണറായി വിജയൻ്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ വലിയൊരു പാരിസ്ഥിതിക ദുരന്തമായിരിക്കും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോഴും ചില സഖാക്കൾക്ക് അദ്ദേഹത്തോട് വലിയ മുറുമുറുപ്പുണ്ട്. അങ്ങനെ ശക്തമായ നിലപാടുകൾ എടുത്ത ആളാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ധീരമായി പറഞ്ഞിരുന്നുവെങ്കിലും സൗമ്യമായിട്ട് പ്രതികരിച്ചിരുന്ന ആളാണ്. ലേഖനങ്ങളിൽ കൂടി വലിയ വാചാടോപമില്ലാത്ത പ്രസംഗങ്ങളിൽ കൂടി തന്നെ പ്രതികരിച്ച ആളാണ്. എല്ലാ സമരങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിര്യാണം നമ്മുടെ കേരള സംസ്ഥാനത്തിന്, കേരളത്തിൻ്റെ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഒരു വലിയ തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. പ്രൊഫസർ പ്രസാദിൻ്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ ആളുകൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.